ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളായി ഞാൻ വീഡിയോ കേട്ടിട്ട്. ഇറ്റ്സ് ബിക്കോസ് ഐ ബിൻ ട്രാവലിംഗ്, മൂവിങ് ബാക്ക് ആൻഡ് ഫോർത്ത്, നാട്ടിലൊക്കെ പോയി. പല സമയങ്ങളിലും എല്ലാം സെറ്റപ്പ് എല്ലാം കറക്റ്റായിട്ട് വരത്തില്ല വീഡിയോ ചെയ്യാനായിട്ട്. ബട്ട് നൗ ഐ എം ബാക്ക് ആൻഡ് സോ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദ വീഡിയോസ് വിൽ ബി റെഗുലർ ടു. അപ്പോൾ ഇത് നല്ലൊരു സൺഡേ ആയിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വിശുദ്ധിയോടൊക്കെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ 2-3 സൺഡേസ് മുന്നേ എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയയിലാണ് ഇന്നത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്നും ഒരു സൺഡേ തന്നെയാണ്. ഒരു കപ്പിൾ ഓഫ് സൺഡേസ് ബാക്ക് നാട്ടിലായിരുന്ന സമയത്ത് ഈ സെയിം ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ പിന്നെയും വന്നു അന്ന്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അധികം ബൈബിൾ വേഴ്സസ് വെച്ചിട്ട് പഠിക്കാനായിട്ട് ഇരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം അതിനൊരു സൗകര്യമൊക്കെ കിട്ടിയപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഇരുന്ന് പഠിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന്, ബിക്കോസ് ഇറ്റ് ഇസ് എ സൺഡേ ആൻഡ് my whatever that I'm going to say is also about Sunday. I thought maybe this is the perfect thing to say. അപ്പോൾ സിമ്പിൾ കാര്യമാണ്. ഇപ്പൊ എല്ലാവരും രാവിലെ പള്ളിയിൽ പോയി കാണുമായിരിക്കുമല്ലോ. എങ്ങനെയാണ് നമ്മൾ പള്ളി പോകുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ, ലൈക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ടോ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്? അതോ കാഷ്വലി രാവിലെ എഴുന്നേക്കുന്നു, ഇന്ന് ഞായറാഴ്ച ആണല്ലോ, രാവിലെ പള്ളിയിൽ പോകണമല്ലോ, ഒന്നെങ്കിൽ 9 മണിക്കായിരിക്കും കുർബാന, അല്ലെങ്കിൽ ചേർച്ചിൽ പിന്നെ പ്രസംഗം തുടങ്ങുന്ന ഈ സമയത്തായിരിക്കും. ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഉടുക്കേണ്ട സാരി ഇതാണോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഡ്രസ്സാണോ, ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ ഉള്ള ഒരു പ്രിപ്പറേഷൻ. എങ്ങനെ മഴയാണെങ്കിൽ അല്ല ഇന്ന് പോകണ്ട, ഇങ്ങനെ പൊതുവെ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഉള്ള തോട്ട്സ് ഇതൊക്കെയാണ് അല്ലെ. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ മതിയോ, അതോ നമ്മളുടെ സ്പിരിച്വൽ പ്രിപ്പറേഷൻ എത്രമാത്രം നമ്മൾ ഒരു പള്ളിയിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ദൈവത്തിനെ എൻകൗണ്ടർ ചെയ്യാൻ പോവാം, വി ആർ ഗോണ മീറ്റ് ഗോഡ്. ദാറ്റ് ഡസന്റ് മീൻ നമുക്ക് ചുറ്റുവട്ടത്ത് എപ്പോഴും ദൈവം നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണൂ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ബട്ട് there is, a community is coming together to meet God. എൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും അതിന്റെ നടുക്ക് ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ obviously when a church community is coming together, we are going to go meet God. ഇനി അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പള്ളി പോകുന്നതിന്റെ ആവശ്യകതയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതർവൈസ് വി ആർ ഗോണ ഗോ എൻകൗണ്ടർ ഗോഡ് ആസ് എ കമ്മ്യൂണിറ്റി, ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. പക്ഷെ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? നമ്മൾ സാധാ പോലെ ഓക്കെ അടുത്തൊരു സ്ഥലത്ത് പോകുന്ന, ഒരു കല്യാണത്തിന് പോകുന്ന ലാഘവത്തോടെയാണോ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നത്? കാര്യം എനിക്കറിയാം, പണ്ട് ഇപ്പൊ മോഡേൺ ലൈഫിൽ നമ്മൾ കുറച്ചും കൂടെ വളരെ കാഷ്വൽ ആയിട്ട് മാറി നമ്മുടെ സൺഡേ പോക്കൊക്കെ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് പള്ളി പോകുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ പൊതുവെ പഴയ കാലത്തില് ചെറുപ്പകാലത്തിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിൽ കൂടുതൽ പ്രിപ്പറേഷൻ ഉള്ളതായിട്ട് എനിക്ക് പൊതുവെ തോന്നിയിട്ടുണ്ട്. അതായത് ചില സമൂഹം സാറ്റർഡേ തൊട്ടേ അതിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമൂഹങ്ങളുണ്ട്. അല്ലെങ്കിൽ സൺഡേ രാവിലെ പ്രത്യേകിച്ച് നമ്മളുടെ ഒരുക്കങ്ങളൊക്കെ മനസ്സിനെയൊക്കെ ഒരുക്കിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന അതൊക്കെ കുറച്ചായിട്ട് കാഷ്വലായി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല, എന്നാലും പൊതുവെ അങ്ങനെ ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. പള്ളി ഒരു സോഷ്യൽ ഒരു ഏരിയ ആയിട്ട് മാറി, റാദർ ദാൻ ഒരു സ്പിരിച്വൽ എൻകൗണ്ടറിന്. അതാണ് നമുക്ക് അറിയാമെങ്കിലും സംഹൗ ഇറ്റ് ഹസ് ബിക്കം ലൈക്ക് എ പ്ലേസ് ഫോർ സോഷ്യൽ ഗ്യാതറിംഗ്. എല്ലാവരും കാണാം അല്ലെ, എൻ്റെ സാരി 2-3 ആൾക്കാരൊക്കെ കാണും അല്ലെ. ഇങ്ങനത്തെ ഒരു ഗ്യാതറിംഗിലോട്ടൊക്കെ ചെറുതായി ഐ തിങ്ക് ഇറ്റ് ഈസ് ബിക്കോസ് വി ആർ നോട്ട് പ്രിപ്പയർഡ് ഇനഫ് ടു എൻകൗണ്ടർ ഗോഡ്. നമുക്കറിയാം വി ആർ ഗോണ മീറ്റ് ഗോഡ്, അല്ലെങ്കിൽ വി ആർ ഗോണ ഗോ ദേർ ടു പ്രൈസ് ഹിം. പക്ഷേ അതിനുള്ള ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ പല സമയങ്ങളിലും നമുക്കില്ല. ഇപ്പൊ ഈ ഒരു സെയിം ഐഡിയ ആണ് എനിക്ക് 2-3 ആഴ്ച മുന്നേ ഇതേപോലെ ഒരു സൺഡേ രാവിലെ, മേ ബി ബിക്കോസ് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഇനഫ്, സോ ഐ വാസ് ഗെറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ പോലെ, നമ്മൾ പ്രിപ്പയർഡ് ആണോ ദൈവത്തിൽ? ബിക്കോസ് പുതിയ നിയമ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തില്, പരസ്യകാലത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള നമ്മള് പ്രസംഗങ്ങളിലൊക്കെ വി നോ ദാറ്റ് അവർ ഗോഡ് ഇസ് ആക്സസിബിൾ. നമ്മൾ ദൈവത്തെ ഒരു ഫാദറിനെ പോലെ കാണുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മളുടെ കൂടെ ദൈവം നടക്കുന്ന പോലെ, ഇപ്പൊ ഒരു ഫ്രണ്ടിനെ പോലെ, പല രീതിയിലാണ് നമ്മൾ. ആൻഡ് വി നോ ദാറ്റ് ഹീസ് ആക്സസിബിൾ. നമുക്ക് വളരെ അപ്രോച്ചബിൾ ആയിട്ട് എപ്പോ വേണമെങ്കിലും ഓടിച്ചെല്ലാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ പല സമയങ്ങളിലും ബിക്കോസ് ഓഫ് ദി ആക്സസിബിലിറ്റി ആൻഡ് ദ ഫെമിലിയാരിറ്റി വി ഫർഗെറ്റ് ദാറ്റ് ഹീസ് ഹോളി. ദൈവം വിശുദ്ധനായ, അല്ലെങ്കിൽ ഈ സർവവും സൃഷ്ടിച്ച, ഈ ഭൂമിയെ സൃഷ്ടിച്ച ഇതിന്റെ സൃഷ്ടാവാണ്, ദ ക്രിയേറ്റർ. ആൻഡ് ഹീസ് ഹോളി ആൻഡ് ഹീസ് കോൺസ്റ്റന്റ്ലി പ്രൈസ്ഡ് ഇൻ ദ ഹെവൻ. പിന്നെ എന്താണ്, മാലാഖമാർ ചുറ്റും വൃന്ദങ്ങളോടെ, അങ്ങനെ വളരെ റെവറൻസ് കൊടുക്കേണ്ട ഒരാളാണ് എന്ന് ചില സമയത്ത് നമ്മൾ മറക്കാറുണ്ടോ എന്നും കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മൾ ഭയങ്കര ആക്സസിബിൾ ആയത് കാരണം കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്നുള്ളത് കൊണ്ട് പല സമയങ്ങളിലും നമ്മളുടെ ആ ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ നമുക്ക് വരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയൊരു ചിന്തയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയാം, നമ്മൾ പുറപ്പാട് 19 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കർത്താവിന് ദൈവമായ യഹോവയായ ദൈവത്തെ കാണാനായിട്ട് ഇസ്രായേൽ മക്കൾ, അത് അവരുടെ മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടതിന് ശേഷം 3-ാമത്തെ മാസം ഇതുപോലെ പല സമയങ്ങളിലും മോശയാണ് നേരിട്ട് യഹോവയായ ദൈവത്തോട് സംസാരിക്കാനായിട്ടൊക്കെ പോകുന്നത്. പക്ഷെ ഈ പ്രാവശ്യം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ കാണാമെന്നുള്ള ഒരു പാക്റ്റിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വി ഡോണ്ട് ഫോളോ ഇറ്റ് word to word anymore. പക്ഷെ എന്നാലും that gives us a glimpse into how this used to be like. നേരത്തെ ദൈവത്തിന്റെ ഒരു പ്രസൻസിലോട്ട് പോകുന്ന സമയത്ത് എന്തുമാത്രം സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷന്റെ ആവശ്യം പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കോടി നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കാര്യമാണ്. പക്ഷെ എന്നാലും വി റീഡ് ദ സെയിം ബൈബിൾ. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് 19-ാം അധ്യായത്തില്. അതിനകത്ത് 11-12 വാക്യങ്ങളില് പിന്നെ ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക, അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായ് പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ ഒരു ഇപ്പം ഞാൻ ലിറ്ററേച്ചർ അനാലിസിസ് ചെയ്യുന്ന ആളായത് കാരണം ആ ഒരു ഡിക്ഷൻ ഇസ് എ ചോയ്സ് ഓഫ് വേർഡ്സ്. ആ ചോയ്സ് ഓഫ് വേർഡ്സ് നോക്കിയാൽ തന്നെ അറിയാം വളരെ ഒരു ദർ ഇസ് എ ഫിയർ ഇൻ ദാറ്റ്. അത് വേറൊരു കാര്യം അല്ലെ, ഒരു പേടിയുടെ ഒരു ആത്മാവ് അവിടെ ഉണ്ട്. അതായത് എല്ലാവരും ശുദ്ധീകരിക്കുക. 3 ദിവസം കൊണ്ടുള്ള ഒരുക്കമാണ് ഫൈനലി അവർക്ക് പിന്നെ സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ആണ് അവർ റെഡി ആയിട്ടിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് അവർ പ്രിപ്പറേഷനാണ്. അവർ വസ്ത്രം അലക്കുന്നു, അവരുടെ ജനറലി അവരുടെ യുനോ ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ അവർ ക്ലിയർ ആക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ. ഇത് പഴയ നിയമത്തിലാണ്. നമുക്ക് താങ്ക്സ് ടു ന്യൂ ടെസ്റ്റ്മെന്റ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്, പിന്നെ നമുക്ക് യേശുക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുന്നതോടെ നമുക്ക് ഒരുപാട് ആക്സസിബിലിറ്റി വരുന്നുണ്ട്. പഴയ നിയമകാലത്ത് നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു പ്രിപ്പറേഷൻ. പിന്നെ നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ കാണാനായിട്ട് ആരും പിന്നെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റിൽ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ കാണുന്നില്ല. വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു യേശുക്രിസ്തു അല്ലെ. അവിടെ ഇവിടെ പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ വരുന്നു, കാണുന്നു, വസ്ത്രത്തിന് തൊങ്ങല് പിടിക്കുന്നു, ഓടിളക്കി ആൾക്കാർ ഇറങ്ങുന്നു, വളരെ ആക്സസിബിൾ ആയിട്ടുള്ള. ആൻഡ് ദാറ്റ് ഈസ് ദ ഗോഡ് ദാറ്റ് വി ഹാവ് റൈറ്റ് നൗ. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ ഈ ഒരു ഫെമിലിയാരിറ്റിയെ കുറച്ച്, ആ ഫെമിലിയാരിറ്റി കാരണം നമ്മൾ ഈ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്ന് ചിന്തിക്കുന്നത്. അതിന് നമ്മൾക്ക് സഭാപ്രസംഗി അധികം, ഞാൻ ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ അത്ര അധികം വായിക്കാത്ത ഒരു ചാപ്റ്ററാണ് സഭാപ്രസംഗി. ഞാൻ സഭാപ്രസംഗി 3 ഞാൻ വരയിട്ട് വെച്ചിട്ടുണ്ട്, 5, 6 എല്ലാം വരയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടെ അത് വായിക്കണം എന്ന് തോന്നുന്നു. കാര്യം സഭാപ്രസംഗി 5 വായിക്കുമ്പോഴാണ്, ഞാൻ സഭാപ്രസംഗിനെ പറ്റി അധികം ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ, കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ള ഒരു ഐഡിയ വന്നേ. സഭാപ്രസംഗി 5-ാം അധ്യായത്തില് ആദ്യത്തെ ലൈന്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക, മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്, പരിജ്ഞാനമില്ലായകയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്, അതിവേഗത്തിലൊന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും ആകുന്നുവല്ലോ. ഇത് അഗൈൻ എൻ്റെ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, പണ്ട് നമുക്ക് ജീസസ് ക്രൈസ്റ്റ് തന്നിട്ടുള്ള ഒരു ആക്സസ് അതില്ലാതെ നമ്മൾ പഴയ നിയമത്തിലെ പോലെ ഒരു ഭയത്തിന്റെ ഒരു ആത്മാവ്, നമ്മള് പിന്നെ പുതിയ നിയമത്തിൽ കാണുന്നത് പോലെ നമുക്ക് അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് തന്നേക്കുന്നത്. സോ വി ഹാവ് ദി ആക്സസിബിലിറ്റി ആൻഡ് വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഗോഡ്. പക്ഷെ എന്നാലും അതിനെ നമ്മൾ പിന്നെ ആ ഒരു ഫെമിലിയാരിറ്റിയെ നമ്മളുടെ നോൺ ഹോളി ആയിട്ടുള്ള ഒരു അപ്രോച്ചുമായിട്ട് നമ്മൾ ഒരിക്കലും അതിനെ മാറ്റരുത്, അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യരുത്, അല്ലെങ്കിൽ അതിനെ മിസ്റ്റേക്ക് ചെയ്യരുത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു ക്രക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് ലൈൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. കാൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു മെറ്റോണമിയാണ്. കാൽ എന്ന് പറയുന്നത് ജസ്റ്റ് കാലെന്നല്ല, ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തോട്ട്ലെസ് ആയിട്ട്, കെയർലെസ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണോ നമ്മൾ ദൈവത്തിനെ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എൻകൗണ്ടറിനായിട്ട് പോകുന്നത്? കാല് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ നടപ്പ്, നമ്മുടെ പോക്ക്, നമ്മുടെ സംസാരം, നമ്മളുടെ ജനറലി ഉള്ള ഒരു പ്രിപ്പറേഷൻ ദൈവത്തിനെ കാണാൻ പോകുന്നതിന് മുൻപ് ഇതൊക്കെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ. കാര്യം നമ്മൾ ഭൂമിയിലും ദൈവം പിന്നെ സ്വർഗത്തിലും ആകുന്നുവല്ലോ എന്ന് നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രീച്ചർ ആൻഡ് ദ ക്രിയേറ്റർ. പല സമയങ്ങളിലും ബിക്കോസ് നമ്മൾക്ക് ഓടിച്ചെല്ലുന്ന നമ്മളുടെ ഒരു അപ്പനായിട്ടാണ് നമ്മൾ കർത്താവിനെ കാണുന്നത്. കാരണം നമ്മൾ ആ സമയത്ത് പല സമയങ്ങളിൽ അത് ഓർക്കാറില്ല. പക്ഷെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആ ഒരു ഹോളി
ഇറ്റ്സ് നോട്ട് അബൌട്ട് എ ഡിസ്റ്റൻസ്, ബട്ട് ഇറ്റ് ഇസ് അബൌട്ട് എ ഹോളി അപ്രോച്ച് ടുവേർഡ്സ് ഗോഡ്. നമ്മൾ ആ ഒരു സ്പിരിച്വൽ എൻകൗണ്ടറിലോട്ട് പോകുമ്പോൾ, നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാല് സൂക്ഷിക്കുക. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മോർ, ഇന്നത്തെ കാലത്ത് പുതിയ നമ്മുടെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം പള്ളി പോകാതിരിക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ ബിഗസ്റ്റ് ഒരു പ്രശ്നം. കൂടുതൽ ആളുകളും പള്ളി വരുന്നുണ്ട്, പള്ളി വരാത്ത ആളുകളുണ്ട്, അത് വേറെ കാര്യം. പള്ളി വന്നിട്ട് അപ്പം റിബല്യൻ, അല്ലാതെ ഞാൻ പള്ളി പോകുന്നില്ല എന്നുള്ളതല്ല കൺസേണിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ. പള്ളിയിൽ വരുന്നത് വളരെ കാഷ്വൽ ആയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺസേണിങ് ഇഷ്യൂ. ചോദിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടും, ആമേൻ പറയും, പള്ളിയിൽ പോകും, ചിലപ്പം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പം അച്ഛൻ വരുന്നതിന് മുന്നേ നമ്മൾ പള്ളിയിൽ എത്തുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ വി ആർ സ്റ്റിൽ ഡൂയിങ് ഇറ്റ്, ബട്ട് ആർ വി ഡൂയിങ് ഇറ്റ് തോട്ട്ലെസ്ലി ഓർ കെയർലെസ്ലി? അതായത് പള്ളി പറയുന്ന, നമ്മൾ സ്ഥിരം ഇപ്പം കുർബാനകളൊക്കെ ആണെങ്കിൽ സ്ഥിരം പറയുന്ന പാട്ടായത് കാരണം സ്ഥിരം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നു. ഇതിന്റെയൊക്കെ മീനിങ് അറിയാമോ? അതിനുള്ള പ്രിപ്പറേഷനിലാണോ നമ്മൾ വന്ന് നിൽക്കുന്നത്? പാപത്തെ പറ്റി നമുക്കൊരു ബോധമുണ്ടോ? ഈ കുർബാന കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഒന്നും ഇല്ലാണ്ട് വളരെ കെയർലെസ് ആയിട്ട് തോട്ട്ലെസ് ആയിട്ടാണോ നമ്മൾ പള്ളിയിൽ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാല് സൂക്ഷിക്കുക. കാൽ, ഐ വോണ്ട് യു ടു റിമെമ്പർ, കാൽ ആസ് എ മെറ്റോണമി. മെറ്റോണമി എന്ന് പറയുന്നത് കാൽ സ്റ്റാൻഡ്സ് ഫോർ യുവർ ബോഡി, യുവർ മൈൻഡ്, യുവർ സോൾ. അത് സൂക്ഷിക്കുക, അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമ്മൾ ദൈവത്തെ കാണാൻ പോവുക. അപ്പൊ ഒരു കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം ഈ ഞായറാഴ്ച വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പല പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല. ആൻഡ് ഗോഡ് ഗേവ് us പിന്നെ ആയുസ് തന്നു നമുക്ക് അടുത്തൊരു ഞായറാഴ്ച ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനായിട്ട്. ആൻഡ് വി ആർ ദെയർ ഫോർ നത്തിങ് എൽസ് ബട്ട് ടു പ്രേസ് ഗോഡ്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ദൈവത്തിന് നന്ദി പറയാനായിട്ടാണ് ശരിക്കും നമ്മൾ പള്ളിയിലോട്ട് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പ്രസംഗിക്കും, നമ്മൾ ദൈവത്തെ സ്വീകരിക്കും, ഇതൊക്കെ ഉണ്ട്. ബട്ട് യു ഹാവ് ടു പ്രേസ് ഗോഡ്. അപ്പം ഈ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുന്നേ, ഇന്ന് ഞായറാഴ്ച തന്നെ ഇത് ഇടാനുള്ള കാരണം 2-3 ഞായറാഴ്ചകൾക്ക് മുന്നേ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ്. ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ചിലപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടെ കൂട്ടിയാ പറയുന്നത്. പല സമയങ്ങളിലും നമ്മൾ ആ ഒരു കാഷ്വൽ അപ്രോച്ചിലേക്ക് കടന്നു പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഡസൻ മീൻ നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് വേണം ദൈവത്തെ കാണാൻ പോകാനായിട്ട്, അല്ല. പക്ഷെ പോകുന്ന സമയത്ത് ഐ തിങ്ക് വി ഷുഡ് ബി മോർ തോട്ട്ഫുൾ അബൌട്ട് ആൻഡ് ബി മോർ മൈൻഡ്ഫുൾ അബൌട്ട് ദ ഫാക്ട് ദാറ്റ് വി ആർ ഇൻ ദ വിസിനിറ്റി ആൻഡ് പ്രമിസസ് ഓഫ് ഗോഡ്. ദൈവം വസിക്കുന്ന ഒരു സ്ഥലത്ത്, ദൈവം കടന്നു വന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നമ്മൾ ഉച്ചരിക്കുന്ന, നമ്മൾ തിരിച്ച് പറയുന്ന, റിപ്ലൈ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്നും കൂടെ ഒക്കെ മനസ്സറിഞ്ഞ് പറയാനായിട്ട്, കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ടും നിൽക്കാനായിട്ടും ഒക്കെ നമ്മൾക്ക് ദൈവം ഇട നൽകട്ടെ. അപ്പോൾ അടുത്ത ഞായറാഴ്ച കുറച്ചും കൂടെ ഒക്കെ കൂടുതൽ പ്രിപ്പറേഷനോടെ, ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷനിലും ഒരു ഫിസിക്കൽ പ്രിപ്പറേഷനിലും ഒക്കെ കൂടുതലായിട്ട് പള്ളിയിൽ പോകാനും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ. ചെറുതായിട്ട് അതിനെപ്പറ്റി ഒരു ചിന്തയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത ആഴ്ച ഇതുപോലെ വീണ്ടും കാണുന്നത് വരെ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് യു.